നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരമുറ്റം ഇന്ന് നടന്ന സ്കൂൾ തല ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ UP തലത്ത് ഇന്ന് നടന്ന ചോദ്യങ്ങൾ നോക്കിയാലോ. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം ഇന്ത്യയിലാണ്. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഉദ്ഘാടനം ചെയ്തത്. പാലത്തിൻ്റെ പേരെന്ത്? ഉത്തരം ചെനാബ് പാലം, കാശ്മീരിലാണ്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ അടുക്കളയിൽ അവിഭാജ്യ ഘടകമാണ് കറിയുപ്പ്. കറിയുപ്പിലൂടെ ശരീരത്തിലെത്തുന്ന മൂലകം ഏതാണ്? ഉത്തരം സോഡിയം. അടുത്ത ചോദ്യം, പൽഗാം ആക്രമണത്തിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. അടുത്ത ചോദ്യം, 2028 ഒളിമ്പിക്സിൽ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? ഉത്തരം ലോസ് ആഞ്ചലസ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവം ഭക്ഷ്യോത്പാദനത്തെ സംബന്ധിച്ചുള്ളതാണ്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യോൽപാദനം. അടുത്ത ചോദ്യം, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ. ആരുടെ വാക്കുകളാണിത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു സ്കൂൾ തകർന്നിരുന്നു. സ്കൂളിൻ്റെ പേരെന്ത്? വെള്ളാർമല സ്കൂൾ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ GVHSS വെള്ളാർമല. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം മൗസ് സിൻഡ്രം. അടുത്ത ചോദ്യം, സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം? ഉത്തരം അർബുദം. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ ജയിലടച്ച സംഭവം വാർത്തകളിൽ വായിച്ചിരിക്കുമല്ലോ. ഏത് സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചത്? ഉത്തരം ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവന നോക്കാം. സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യയാണ്. ഹരിതകമുള്ള സൂക്ഷ്മജീവി യുക്ലീനയാണ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫെറയാണ്. ഉത്തരം സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. തെറ്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 500 രൂപയുടെ നോട്ടിൽ കാണുന്ന ചിത്രം എന്താണ്? ഉത്തരം ചെങ്കോട്ട. അടുത്തത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നിർനാവു വരണ്ടു ഹോ. ഏത് കൃതിയിലെ വരികളാണ്? ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി. അടുത്തത്, ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഉത്തരം പാലിയൻറ്റോളജി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്? ഉത്തരം MS സ്വാമിനാഥൻ. ചീരയ്ക്ക് നല്ല ചുവപ്പാണ്. ഈ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണകം ഏത്? ഉത്തരം ആന്തോസയാനിൻ. അടുത്തത്, മഴവില്ലിന് 7 നിറങ്ങളുണ്ട്. മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ്? ഉത്തരം ചുവപ്പ്. ഹിരോഷിമ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 6. അടുത്ത ചോദ്യം നോക്കാം. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ. ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം ശ്വേത മേനോൻ. അടുത്തത്, ഈ വർഷം ജൂലൈയിൽ നടന്ന ബഹിരാകാശ ദൗത്യം ഇന്ത്യക്ക് അഭിമാനകരമായി മാറി. ആ സംഘത്തിൻ്റെ ഇന്ത്യക്കാരൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം ശുഭാംശു ശുക്ല. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു.